പിന്നെ പ്ലാസ്റ്റിക് ബാഗിൽ വെച്ച് തന്നെ ക്രഷ് ചെയ്യണം എന്നില്ല. മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരുപാടങ്ങ് ഫൈൻ പാർട്ടിക്കിൾ ആവാതിരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്ത ബട്ടർ ആയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബട്ടർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ ഓറിയോ ബിസ്ക്കറ്റ്സിൽ നന്നായിട്ട് മിക്സായി വരണം. ബിസ്ക്കറ്റ്സിൻ്റെ ലെയർ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ സെറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഒരേ ലെവലിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി പുഡിങ്ങിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈക്വലായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പുഡിംഗ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1/2 hour കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഓറിയോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ്